Welcome students, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today we are trying to have a discussion on the topic goal programming. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് അല്ല സർഫസ് ഐഡിയ മാത്രമേ ഗോൾ പ്രോഗ്രാമിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ എന്താണ് ഗോൾ പ്രോഗ്രാമിംഗ്? അപ്പോൾ ഗോൾ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇത്രയും നാൾ നമ്മൾ പഠിച്ച് വന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. എന്തിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചത്? ഓപ്പറേഷൻസ് റിസർച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് പഠിച്ചു. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഫോമുലേഷൻ എങ്ങനെയാണ്, ഫോമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്, ഫോമുലേറ്റ് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്, രണ്ട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ടായിരുന്നു, സിംപ്ലക്സ് മെത്തേഡും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജനറൽ ഒരു പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ളത് പഠിച്ചു. പിന്നെ ചില സ്പെഷ്യൽ കേസ് ഏതൊക്കെയാണ്? അൺബൗണ്ടഡ് സൊല്യൂഷൻ, ഇൻഫീസിബിൾ സൊല്യൂഷൻ, പിന്നെ ഏതാ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻ, ഇവയെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ച ഈ മൊഡ്യൂളിനകത്ത് ഡ്യുവാലിറ്റി എന്താണെന്ന് പഠിച്ചു അല്ലേ. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. പിന്നെ എന്താ പഠിച്ചത്? ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. 0-1 പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് പഠിച്ചു. ഇനി എന്തിലേക്ക് വരുന്നു? ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഗോൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരും. അപ്പോൾ ഇത്രയും സെഷൻസിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചു വന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ പറ്റിയായിരുന്നു അല്ലേ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ആണ്. അതായത് ഓരോ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതായിരുന്നു. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ഇന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ല. നമ്മൾ ഓരോ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നവർ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്ന കേസുകളിലെല്ലാം എനിക്ക് എന്ത് ഉപയോഗിക്കാം, ഈ LPPയുടെ യൂസ് എനിക്ക് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എനിക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ LPP എന്ന് പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ടെക്നിക്കിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നാളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഏതൊക്കെ കേസുകളിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യാരി ഔട്ട്. ഈ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ കേസ് നമുക്ക് എങ്ങനെ LPP യൂസ് ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇത്രയും ദിവസം ഇത്രയും സെഷൻസ് നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതൊരു ടെക്നിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും അഡ്വാൻറ്റേജസും ഉണ്ടാവാം, ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവാം അല്ലേ. അപ്പോൾ LPPക്ക് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് LPP യൂസ്ഫുൾ ആണ്. അങ്ങനെയെങ്കിൽ LPPക്ക് ചില എന്തുണ്ടാവാം, ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LPPയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് എപ്പോഴും ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ മാത്രമേ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് LPP നമ്മൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ കോസ്റ്റിനെ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക തുടങ്ങിയ ചില ടെക്നിക്സ് തുടങ്ങിയ സിംഗിൾ ഒബ്ജക്റ്റീവ്സ് മാത്രമേ എന്തിനുണ്ടാകത്തുള്ളൂ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതാണ് എന്തെന്ന് പറയുന്നത് LPPയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. LPP ഈസ് ഓൾവേസ് റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒരേ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരേ ഒരു ഒബ്ജക്റ്റീവിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് നമുക്ക് അവിടെ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ LPP റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ എല്ലാ റിസോഴ്സസും നമ്മൾ സെയിം യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. അതായത് സെയിം യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഓൾ റിസോഴ്സ്. എല്ലാ റിസോഴ്സ് നമ്മൾ യൂണിറ്റ് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല, ജസ്റ്റ് യൂണിറ്റ്സ് എന്ന് മാത്രം പറയുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എല്ലാ റിസോഴ്സുകളെയും ഏതൊക്കെ റിസോഴ്സസ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ക്ലോത്ത്സ് ആയിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കാം. ഈ ഏത് റിസോഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ എല്ലാ റിസോഴ്സസിനെയും ഒരേ മെഷർമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. സോ അത് എന്താണ് LPPയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ LPPക്ക് രണ്ട് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ രണ്ട് ലിമിറ്റേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് LPP is always restricted to a single objective function, and the second limitation is in LPP same units are used for the measurement of all resources. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നാളെ നമുക്കത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാറ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളിത് ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ഇതൊരു ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ
ഈ നമ്മൾ ഇവിടെ പറഞ്ഞ LPPയുടെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ള ഫോക്കസിങ്. അത് പല കേസുകളിലും അല്ലെങ്കിൽ പല റിയൽ ലൈഫ് സിറ്റുവേഷനിലും ഇതെന്തായിട്ട് വരും, ഒരു ഭയങ്കര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് ഫേം നമ്മൾ നടത്തിക്കൊണ്ട് പോകും. ആ ബിസിനസ് ഫേമിൻ്റെ റണ്ണിങ്ങിൽ അല്ലെങ്കിൽ വർക്കിങ്ങിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എല്ലാ വർഷങ്ങളും, ഇപ്പോൾ ചില വർഷങ്ങൾ നമുക്ക് എന്തുവാ എംപ്ലോയീസിന് വേജസ് കൂട്ടിക്കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലേ. അതായത് അവിടെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ ഒരു ഇയറിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസിങ് ദ വേജ് ഓഫ് ദ എംപ്ലോയി, വേജ് ഓഫ് ഈച്ച് എംപ്ലോയീസ്, അതെന്താണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എടുക്കുക. പക്ഷേ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് നമ്മളവിടെ കൊണ്ടുവരുമ്പോഴത്തെ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്, അതായത് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് എന്ന ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. പ്രോഫിറ്റിനെ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എംപ്ലോയീസിന് വേജ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റീവ് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വരും. ദാറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഏത് രണ്ട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. ഈ മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് എന്ന ഒബ്ജക്റ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് ദ വേജസ് ഓഫ് ദ എംപ്ലോയീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷനാണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിലിനായിട്ട് ഇറക്കുകയാണെങ്കിൽ, പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഒരേ ക്വാളിറ്റിയിൽ തന്നെ എല്ലാ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊഡക്റ്റിനെ ഡീൽ ചെയ്യാൻ സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിക്കുള്ള വ്യത്യാസം അല്ലെങ്കിൽ മാനുഫാക്ചറിനുള്ള വ്യത്യാസം എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനൊരു ഇൻക്രീസിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അറ്റ് ദ സെയിം ടൈം അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ പ്രോഫിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യേണ്ട കേസിനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരേ സമയം അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസ് ചെയ്യേണ്ട കേസ് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരേ സമയം അവിടെയും നമ്മുടെ മുമ്പിലേക്ക് രണ്ട് ഒബ്ജക്റ്റീവ്സ് കടന്നു വരുന്നു. ഏതൊക്കെയാണ്, ഇൻക്രീസിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് ഇൻക്രീസിങ് ദ അല്ലെങ്കിൽ മാക്സിമൈസിങ് ദ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനുകളിൽ നമ്മളുടെ ഒരു ബിസിനസ് ഫോമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നൊരു പ്രോബ്ലത്തിനെ സംബന്ധിച്ച് അവിടെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഒരു മാനുഫാക്ചറിംഗ് ഡിസിഷൻ മേക്കറിന് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ എ സിംഗിൾ ഒബ്ജക്റ്റീവ്. ഒരേ ഒരു ഒബ്ജക്റ്റീവ് മാത്രം വരുന്ന കേസുകളിലാണ്, മാത്രം വരുന്ന പ്രോബ്ലംസിലാണ് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, LPP നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ദർ വി ക്യാൻ യൂസ് ദ ടെക്നിക് ഗോൾ പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് goal programming is used for solving multi-objective optimization problems. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ, അത് മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ സോൾവിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്, ഗോൾ പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റൈനിങ് ദ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് ഓൾ ഒബ്ജക്റ്റീവ്സ്. അവിടെ എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ ആ എല്ലാ ഒബ്ജക്റ്റീവ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗോൾ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റൈനിങ് ദ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് ഓൾ ഒബ്ജക്റ്റീവ്. എല്ലാ ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫാക്ടറി ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണെന്ന് പറയുന്നത് ഗോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിന് എന്താണ് ഗോൾ പ്രോഗ്രാമിംഗ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗോൾ പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നത്, ലീനിയർ പ്രോഗ്രാമിങ്ങിന് LPPക്കുള്ള ഡിസഡ്വാൻറ്റേജിൻ്റെ പ്രസൻസ് മൂലമാണ് എന്തുകൊണ്ടുവന്നത് ഗോൾ പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യകത വന്നത്. സോ ഇനി അടുത്ത് ഈ സെഷനകത്ത് ഡീൽ ചെയ്യുന്ന ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ LPP ആൻഡ് ഗോൾ പ്രോഗ്രാമിംഗ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് ടോപ്പിക്. The difference between LPP and GPP, linear programming problem, goal programming problem എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്.
In LPP is based on single objective function. നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് എന്ത് LPP. അറ്റ് ദ സെയിം ടൈം GPP ഈസ് ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിനെ ഒരേ സമയം എന്ത് ചെയ്യാനുണ്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ എന്തിൽ കൂടെ നമുക്ക് സാധിക്കും, ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലൂടെ നമുക്ക് സാധിക്കും. That is the first difference. And the second difference is solution is based on cardinal values such as profit, cost, etc. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് അവിടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് മിയർലി ഒരു കാർഡിനൽ വാല്യൂസ്, ആ നമ്പർ, ആ എണ്ണത്തിനെ മാത്രം ബേസ്, ആ കാർഡിനാലിറ്റിയെ മാത്രം ബേസ് ചെയ്യുക, ആ നമ്പറിൽ മാത്രം ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് അവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ കോസ്റ്റ് ലോസ് എത്രയാണ്, ആ കാർഡിനൽ വാല്യൂസിൽ മാത്രമാണ് എന്ത് ബേസ് ചെയ്തിരിക്കുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ബേസ് ചെയ്ത് ഇരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻ ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ദ സൊല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ റാങ്കിങ് ഓഫ് ഗോൾസ് ഇൻ ടേംസ് ഓഫ് ദർ ഇമ്പോർട്ടൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഗോൾ എന്ന് പറയുന്നത്, ഒരു എയിം അല്ലേ, നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു ഒറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ഗോൾ എന്ന് പറയുന്നത്. എന്താ, കുറേ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പിലൂടെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിൽ ഗോളിലേക്ക് നമ്മൾ അറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഹിയർ ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അവിടുത്തെ ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൊല്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഓർഡിനൽ റാങ്കിങ് ഓഫ് ഗോൾസ് ഇൻ ടേംസ് ഓഫ് ദർ ഇമ്പോർട്ടൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും, എന്തായാലും ഒരു എയിം അച്ചീവ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ആ അച്ചീവ് ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യണം, കുറേ സബ് ഗോൾസിൻ്റെ പ്രസൻസ് ചെയ്യും. ഓരോ സബ് ഗോൾസും എന്ത് ചെയ്താൽ മാത്രമേ, ഓവർകം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ, ആ ഗോളിലേക്ക്, നമ്മളുടെ മെയിൻ ഗോളിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ കമ്പനി, എന്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് എന്താ റാങ്കിങ്ങിൽ ഫസ്റ്റ് വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യണം, ആ തുടക്കത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആദ്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് റാങ്കിങ്ങിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം, ആ ഓരോ സ്റ്റെപ്പുണ്ട്, ഓരോ കടമ്പകളുണ്ട്, ആ ഓരോ കടമ്പകൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ സബ് ഗോൾസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കടമ്പകൾ നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. അപ്പോൾ ആ ഓരോ സബ് ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്കിങ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു ഓർഡർലി റാങ്കിങ് ഓഫ് ഗോൾസ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനനുസരിച്ച് ഗോൾസിന് ഒരു ഓർഡിനൽ റാങ്കിങ് കൊടുക്കും. ആ റാങ്കിങ്ങിൻ്റെ ഓർഡറിനനുസരിച്ച്, ആ ഗോൾസിൻ്റെ റാങ്കിൻ്റെ ഓർഡറിനനുസരിച്ചാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ ആ ഓർഗനൈസേഷൻ്റെ ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്യും, ഓർഡർലി റാങ്ക് ചെയ്യും. ആ ഓർഡിനൽ റാങ്കിങ്ങിൻ്റെ ബേസിലാണ് എന്ത് വരുന്നത്, ആ അവിടുത്തെ GPPയുടെ സൊല്യൂഷന് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ റാങ്കിങ് ഓഫ് ദ ഗോൾസ് in terms of the importance in the organization. That is the second difference. And the third difference is whenever there are multiple goals, ഒന്നിൽ കൂടുതൽ ഗോൾസിൻ്റെ പ്രസൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ, whenever there are multiple goals, LPP incorporates only one of the goals in the objective function and treats the remaining goals as constraints. LPP ഒന്നിൽ കൂടുതൽ ഗോൾസിൻ്റെ പ്രസൻസ് നമ്മളുടെ പ്രോബ്ലത്തിനകത്ത് വരികയാണെങ്കിൽ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉപയോഗിച്ചാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹിയർ LPP incorporates only one of the goals in the objective function. അതിനകത്ത് ഏതെങ്കിലും ഒരു ഗോളിനെ എന്ത് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു ഗോളിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് അവരുടെ ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയും ബാക്കി എല്ലാ ഗോൾസിനെയും എന്തായാലും കൺസ്ട്രെയിൻസ് ആയിട്ട് മാറ്റുകയും ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗോളിന് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിന് മെയിനായിട്ട് തോന്നുന്ന ഡിസിഷൻ മേക്കറിന് മെയിനായിട്ട് തോന്നുന്ന ഒബ്ജക്റ്റീവ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യും. ബാക്കി എല്ലാം എന്ന് പറയുന്നത് അവിടുത്തെ ഗോളാണ്. എന്താണ്, ഇത്ര മെഷീൻസ് നമുക്കിവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര മെഷീൻ ഇത്ര ടൈം അവൈലബിൾ ആണ്,
അതെല്ലാം എന്താണ് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര വർക്ക് നമ്മൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അതെല്ലാം എന്താണ് അവിടുത്തെ ഗോൾസ് തന്നെയാണ്. പക്ഷേ ആ എല്ലാ ഗോൾസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതിന് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ഏത് പ്രോബ്ലം ഉപയോഗിച്ച് പറ്റില്ല, എൽ പി ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പറ്റില്ല. സോ ബാക്കിയുള്ള എന്തിനെല്ലാം ഗോൾസിനെ എല്ലാം തന്നെ ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഗോൾസിനെ എല്ലാം തന്നെ എന്തായിട്ട് എടുക്കുന്നത് കൺസ്ട്രെയിൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മെയിനായിട്ട് ഡിസിഷൻ മേക്കുന്ന തോന്നുന്ന ഒരു ഗോളിനെ മാത്രം എന്തായിട്ട് എടുക്കുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്ത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം whenever there are multiple goals in GPP, ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ മൾട്ടിപ്പിൾ ഗോൾസിന് ഒന്നിൽ കൂടുതൽ ഗോൾസിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ a particular priority order or hierarchy are taken into consideration in accordance with the importance of each goal and sub-goals given in the problem. ഇവിടെ എന്ത് ചെയ്യും, GPPക്കകത്ത് അങ്ങനെ ഒന്നിൽ കൂടുതൽ ഗോൾസിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ആ ഗോൾസിനെല്ലാം ഒന്ന് ഓർഡർ ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഹൈറാർക്കിയിൽ ഒരു പ്രത്യേക ഓർഡർലി അറേഞ്ച്മെൻറ്റ് അതിന് കൊടുക്കുകയും അതിന് ഗോൾസായിട്ട് ഓർഡറിൽ അറിയുന്നത് മെയിൻ ഗോൾസായിട്ടും സബ് ഗോൾസായിട്ടും എന്ത് ചെയ്യും അതിനെ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഗോളുകളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗോളുകളെ എന്ത് ചെയ്യും സോൾവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളുടെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസിനെ സോൾവ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എല്ലാ ഗോൾസിനും നമ്മൾ ഒരേ സമയം തന്നെ എല്ലാ ഗോൾസിനെയും GPPക്കകത്ത് എല്ലാ ഗോൾസിനും അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റീവ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോൾവിങ് പ്രൊസീജിയറിനകത്ത് നമ്മൾ കൺസ്റ്റൻസ് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഒബ്ജക്റ്റീവ്സിനും ഒരുപോലെ തന്നെ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ആ സോൾവിങ് പ്രൊസീജിയറിനകത്ത് എന്ത് കൊടുക്കുന്നു, ഒരു ഓർഡറിൽ ഒരു ഹൈറാർക്കി അറേഞ്ച്മെൻറ്റ് കൊടുത്തതിന് ശേഷം GPPക്കകത്ത് എന്ത് ചെയ്യുന്നു ആ ഒരു സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം LPPക്കകത്ത് എന്തില്ല, എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിലും എത്ര ഗോൾസ് ഉണ്ടെങ്കിലും ഒരു ഒബ്ജക്റ്റീവിനെ മാത്രം മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്ത് ചെയ്യുന്നു സൊല്യൂഷൻ, ആ ഒബ്ജക്റ്റീവിൻ്റെ മാത്രം സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു കൺസ്ട്രെയിൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലം അല്ലെങ്കിൽ ടെക്നിക്ക് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. സോ ഈ 3 ഡിഫറൻസ് ആണ് LPPയും GPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗോൾ പ്രോഗ്രാം പ്രോബ്ലം നമ്മൾ ഉള്ളത്. സോ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് പഠിച്ചത് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചു, എന്തുകൊണ്ടാണ് അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് എന്തുവന്ന് നമ്മൾ പറഞ്ഞു ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ആവശ്യകത വന്നതെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞു, പിന്നെന്താണ് ഗോൾ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. സോ അതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ ഇതോടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സെഷനെ സംബന്ധിച്ച് 33rd സെഷൻ ഓഫ് QT ഫോർ മാനേജ്മെൻറ്റ്, ആ പേപ്പറിൻ്റെ 33rd സെഷനാണ് 33rd ലെക്ചറാണ് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷൻ്റെ ഹോം അസൈൻമെൻറ്റ് എന്ന് പറയും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തായിട്ട് ലെക്ചർ നോട്ട്സായിട്ട് എഴുതി വാട്സപ്പിൽ എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.